നമസ്കാരം. കേരളത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നാം പോവുകയാണ്. പ്രവാസി മലയാളികളുടെ ത്യാഗങ്ങളെയും നേട്ടങ്ങളെയും വിലമതിച്ചുകൊണ്ട് നമ്മെ ചേർത്ത് പിടിച്ചതും നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളും നിക്ഷേപ പരിപാടികളും നടപ്പിലാക്കിയതും കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. നോർക്ക കെയറും NDPRM-ഉം പുതിയ പ്രവാസികൾക്കായുള്ള ശുഭയാത്രയും വിവിധ രാജ്യങ്ങളിൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള റിക്രൂട്ട്മെന്റും പ്രവാസികൾ അഭിമാന പദ്ധതിയായിട്ടുള്ള ലോക കേരള സഭയും നോർക്ക പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ പ്രവാസി പെൻഷൻ മുടങ്ങാതെ വിതരണം ചെയ്യാം. കഴിഞ്ഞ 10 വർഷമായി സർക്കാരിന്റെ കാലയളവിൽ 1162 കോടി രൂപയാണ് പ്രവാസി മേഖലയിൽ പെൻഷന് വേണ്ടി ചെലവാക്കിയിട്ടുള്ളത്. സമസ്ത മേഖലകളിലും വിശിഷ്യ പ്രവാസികൾക്കായും വികസനത്തിന്റെ വെള്ളി വെളിച്ചം പകർന്ന് നൽകിയ ഈ സർക്കാർ ഇനിയും തുടരേണ്ടത് ആവശ്യമുണ്ട്. ഒരു മൂന്നാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നിലവിൽ വരാൻ വേണ്ടി മുഴുവൻ പ്രവാസികളും അവരുടെ കുടുംബാംഗങ്ങളും രംഗത്തിറങ്ങണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.